ഹായ് ഫ്രണ്ട്സ്, ഓണ റെസിപ്പി സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണസദ്യയിലെ വളരെ രുചികരമായ ഒരു വിഭവമായ വെള്ളരിക്ക കിച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് വെള്ളരിക്ക, തേങ്ങ ചിരകിയത് 1 കപ്പ്, പച്ചമുളക് 2 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ, തൈര് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. അടുത്ത് നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില കുറച്ച്. ഇനി തയ്യാറാക്കുന്ന വിധം: ആദ്യം വെള്ളരിക്കയുടെ തോൽ കളഞ്ഞ് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് മൃദുവാകുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇതിനിടെ തേങ്ങ, പച്ചമുളക്, ജീരകം എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കിച്ചടിയുടെ രുചി കൂട്ടാൻ അരപ്പ് നന്നായി അരയണം. ഇനി ഈ തേങ്ങ അരപ്പ് വേവിച്ച വെള്ളരിക്കയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കാം. ഒരു 2 മിനിറ്റ് ചെറു തീയിൽ കുക്ക് ചെയ്തതിനു ശേഷം തീ ഓഫ് ചെയ്യാം. ശേഷം ഇത് നന്നായി തണുത്താൽ തൈര് ചേർത്ത് ഇളക്കാം. തൈരിൽ കട്ട ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു വിസ്കോ ചെറിയ ഫോർക്കോ 1 സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലതുപോലെ കടഞ്ഞെടുക്കാം. തൈര് ചേർത്തതിനു ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് അത് ചൂടാക്കുകയാണെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ പച്ചടിക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകില്ല. ഇനി നമുക്ക് താളിക്കാൻ നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം ഈ താളിപ്പ് കിച്ചടിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ കിച്ചടി റെഡിയായി. ഇനി ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഓണം റെസിപ്പികൾക്കായി രുചിവീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് അടുത്ത ഓണം റെസിപ്പി സീരീസിൽ കാണാം. നന്ദി.